എൻ്റെ കേസ് ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ HOD ആയിട്ട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പോസ്റ്റിലേക്കായിരുന്നു 31/12/2018 നോട്ടിഫിക്കേഷൻ വന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/1/2019. അപ്പം ഞാൻ ആ പ്രിസ്ക്രൈബ്ഡ് ഇത് അയച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 2 PG വേണം, 2 PGയും എക്സ്പീരിയൻസ്. കാരണം ഇത് ഡയറക്റ്റ് HOD ആയതുകൊണ്ട് എക്സ്പീരിയൻസ് 8 വർഷവും 2 PGയും വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻസിന്റെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് വളരെ കുറവായിരുന്നു. ടോട്ടൽ ആപ്ലിക്കേഷൻസ് വന്നതെന്ന് പറയുന്നത് 22 പേരാണ്. 22 പേരിലെ വൺ ടൈം വെരിഫിക്കേഷൻ വെച്ചത് 15/3/2019. ഈ 15/3/2019 തന്നെ 22 പേര് ടോട്ടൽ ആപ്ലിക്കേഷൻസ് വന്നതിൽ നിന്ന് 20 പേരെ അവർ പല കാരണങ്ങൾ പറഞ്ഞിട്ട് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പുറത്താക്കി. അതിൽ ഈ വൺ ടൈം വെരിഫിക്കേഷൻ പങ്കെടുത്ത ഞാനും യഥാർത്ഥത്തിൽ അന്ന് അവിടെ വൺ ടൈം വെരിഫിക്കേഷൻ നടത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഞാൻ മാത്രമാണ്, അതായത് താങ്കൾ മാത്രമാണ് ഇതിൽ പൂർണ്ണമായിട്ടും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ. പിന്നെ എങ്ങനെ രണ്ടാമത്തെ ആൾ വന്നെന്നുള്ളൊരു ഡൗട്ട് എനിക്ക് അന്നേ വന്നിരുന്നു. പക്ഷേ 2 പേരെ, അതായത് എന്നെയും ഇപ്പോഴല്ല അന്ന് നിയമനം നൽകിയ ആളെയും ഇന്നാക്കി. വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞു. വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് റിജക്ഷൻ നോട്ടീസ് വരുന്നു. അപ്പോൾ ഈ റിജക്ഷൻ വന്നപ്പോൾ നോർമലി ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് ആണെങ്കിൽ അയാൾ PSC റിജക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ PSC റിജക്ട് ചെയ്തു എൻ്റെ ആപ്ലിക്കേഷൻ, പിന്നെ അവർ അവിടെ തീർന്നു എന്ന് വിചാരിക്കും. ഞാൻ ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, കാരണം എനിക്ക് സർവീസ് കേസ് കൂടെ ചെയ്യുന്ന ആളാണ്, അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഞാൻ ഫുള്ളി ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ PSCയിൽ RT ഇട്ടു. PSCയിൽ RT ഇട്ടപ്പോൾ നിങ്ങൾ ഈ പറയുന്നതിനെക്കാട്ടിൽ വളരെ വളരെ മോശമാണ് അവരുടെ പ്രതികരണം. അവർ ഒരു തരത്തിലുള്ള ആൻസറും നമുക്ക് ക്ലിയർ തരത്തില്ല. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു, RT ആപ്ലിക്കേഷൻ. SPO അതിന് ഒരു മറുപടി നിന്നില്ല. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞ് റിജക്ട് ചെയ്യും. രണ്ടാമത് അവിടെ തന്നെ ഫസ്റ്റ് അപ്പീൽ കൊടുക്കും, അതിനും തരില്ല. പിന്നെ സ്റ്റേറ്റ് കമ്മീഷനിൽ സെക്കൻഡ് അപ്പീൽ പോകും. ഈ സെക്കൻഡ് അപ്പീൽ പോകുമ്പോഴാണ് എന്തെങ്കിലും ഒരു ചെറുതായിട്ട്, പക്ഷേ സ്റ്റേറ്റ് അപ്പീലിൽ ഇപ്പോൾ പോയാൽ ഒരു 3 വർഷമൊക്കെ എടുക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഓപ്പോസിറ്റ് വന്ന കാൻഡിഡേറ്റിന്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി അയാൾ പഠിച്ചിരുന്ന സ്ഥാപനങ്ങളിലും അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളിലും എല്ലാം RT കൊടുത്തു. കാരണം അവർക്ക് ഈ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് ഡോക്യുമെന്റ് കിട്ടി. അപ്പം ഡോക്യുമെന്റ് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ എടുത്തിരിക്കുന്ന ആൾക്ക് പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷനും ഇല്ല, എക്സ്പീരിയൻസും ഇല്ല. അപ്പം അങ്ങനെ 22 പേര് അപേക്ഷിക്കുന്നു. നേരിട്ടുള്ള നിയമനമാണ്. താങ്കളടക്കം 2 പേർക്ക് മാത്രമായി ഈ വൺ ടൈം വെരിഫിക്കേഷൻ ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു. പക്ഷെ താങ്കൾക്ക് റിജക്ഷൻ വന്ന് ഒരാൾ മാത്രമായി ചുരുങ്ങിയപ്പോഴാണ് താങ്കൾ ഈ വിവരങ്ങൾ തേടി പോകുന്നത്. ഇപ്പം ഇവര് കാണിച്ചൊരു മണ്ടത്തരം കൂടെ ഞാൻ ആദ്യം തന്നെ പറയാം. എന്നെ പുറത്താക്കാതെ ഈ ഇന്റർവ്യൂ നടത്തി എനിക്ക് സെക്കൻഡ് റാങ്ക് തരുമായിരുന്നെങ്കിൽ എനിക്ക് കേസിന് പോലും പോകാൻ പറ്റില്ല, കാരണം ലീഗലി നിൽക്കത്തില്ല. പക്ഷെ ഇവര് കാണിച്ച ഒരു ഈസി വാക്കോവർ, അയാൾക്ക് വേണ്ടി ഈസി വാക്കോവർ എന്നെ അങ്ങ് പുറത്താക്കി ആദ്യം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയതും. ഇത്രയും വലിയ കൊള്ളത്തരം അല്ലെങ്കിൽ കള്ളത്തരമാണ് ഇവർ കാണിച്ചത്.